എൻ്റെ മക്കൾ എന്ത് റിജക്റ്റായാലും നമ്മൾ മുന്നോട്ട് തന്നെ പോകും. പ്രൈസ് ദി ലോർഡ്. അതെന്താ ഞാൻ ഇങ്ങനെ കട്ടൻ്റെ പറയണമെന്നറിയാമോ? ഞാൻ ആ മകൾ പല പ്രാവശ്യം എൻ്റെ അടുത്ത് വരും, അച്ഛാ ശരിയാകുമോ അച്ഛാ? കാര്യം അവന് വിദ്യാഭ്യാസം കുറവാണല്ലോ, അതാണ് അവളങ്ങനെ ചോദിക്കണത്. അപ്പോൾ അവന് ഞാൻ കണ്ടിട്ട് പറഞ്ഞു ശരിയാവും. നമുക്കൊരിക്കൽ മെസ്സേജ് കിട്ടിയാൽ പിന്നെ മെസ്സേജ് മാറത്തില്ലല്ലോ. ഒരിക്കൽ മെസ്സേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ മെസ്സേജ് മാറത്തില്ല. പിന്നെ നമ്മൾ പിന്നെ മെസ്സേജ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടൈമുണ്ട്, ഓരോ വിഷയത്തിൻ്റെ ഒരു ടൈമുണ്ട്. ആ ടൈം കഴിയുമ്പോൾ മാത്രമേ മെസ്സേജിന് വ്യത്യാസം വരുത്തും. ആ ടൈമിനുള്ളിൽ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ടൈം കഴിയുമ്പോൾ മെസ്സേജ് ഡിവേറ്റ് ചെയ്ത് വരും. പക്ഷെ അച്ഛനത് ഉറപ്പായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല മോളെ ശരിയാവും. അപ്പം നമുക്ക് തന്ന കാര്യമാണ്, എപ്പോഴായാലും വിളിക്കുക. എന്തുകൊണ്ടാണ്? ഇതുപോലെ തന്നെ നിങ്ങളുടെ കാര്യം ചില സമയത്ത് നമ്മളുടെ മൊത്തം ഡെസ്പായെന്ന് വിചാരിച്ചോ. അതായത് നമുക്ക് ഒരു അഡ്മിഷൻ കിട്ടിയില്ല, പിള്ളേരെല്ലാം പഠിക്കാൻ തുടങ്ങി, നമുക്ക് വിഷമമൊക്കെ ആയി. ഇതുപോലെ തന്നെ ഓരോരോ കാര്യവും വരിക. അപ്പോഴും എൻ്റെ മക്കൾ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് കാണിക്കരുത്. മനസ്സിലായില്ലേ? ദൈവത്തിന് ഒരു കോളേജല്ല ഉള്ളത്, ദൈവത്തിന് ഒരു ലക്ഷ്യമല്ല. പിന്നെ മുന്നോട്ട് പോകും, നമ്മൾ പ്രാർത്ഥിച്ച് തന്നെ മുന്നോട്ട് പോകും. ഇപ്പം ജൈറൂസിൻ്റെ ഒരു സംഭവം ബൈബിളിൽ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ എൻ്റെ കുറച്ച് ഭാഗം പറഞ്ഞുതരാം. ജൈറൂസ് എന്താണ്? ഒരു സിനഗോഗ് അധികാരിയാണ്, ദേവാലയത്തിൻ്റെ അധികാരിയാണ്. അപ്പോൾ ജൈറൂസ് വന്ന് ഈശോൻ്റെ മുമ്പിൽ സാഷ്ടാംഗമായിട്ട് പറഞ്ഞു, എൻ്റെ മകള് രോഗബാധിതയായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ അയാളുടെ കൂടെ പോയി. അപ്പോൾ പിന്നെ എന്താ സംഭവിച്ചത്? ഒരു രക്തസ്രാവക്കാരി രോഗി വന്ന് ഈശോനെ തൊട്ടു. പിന്നെ അവളുമായിട്ട് ഈശോ ഒരു വലിയ സംഭവം നടന്ന കാരണം ഈശോയിൽ നിന്ന് ശക്തി ഒഴിഞ്ഞു പോയത് ഈശോ ശ്രദ്ധിച്ച്. അപ്പോഴേ ഈശോ ചോദിച്ചു ആരാണ് തൊട്ടത്? അപ്പോൾ അവൾ കാര്യം പറഞ്ഞു. പിന്നെ മകളെ ധൈര്യമായിരിക്കുക, മകളെ എന്ന് വിളിച്ച്. അതൊക്കെ ഭയങ്കര തണുപ്പുള്ള വിളിയാണ്. കാര്യം അവളുടെ അവസ്ഥ വളരെ മോശമാണ്. അവളെ മകളെ എന്ന് വിളിക്കണമെങ്കിൽ അവളെ കരഞ്ഞു കാണാൻ മിക്കവാറും ആ സമയത്ത്. കാര്യം അവളെ മകളെ എന്ന് ആൾക്കാർ വിളിച്ചിട്ട് വർഷങ്ങളായി. 12 കൊല്ലമായിട്ട് രക്തസ്രാവമാണ്. ബൈബിൾ എന്താ പറയണത്? സാമ്പത്തികമായിട്ട് പാപ്പരാണെന്നാണ് പറയണത്. നീ സാമ്പത്തികമായി പാപ്പരാണെങ്കിലും ദൈവം നിന്നെ മകളെയും തന്നെ വിളിക്കും. നിൻ്റെ കാശ് കുറഞ്ഞു പോയത് കൊണ്ട് നിന്നെ ഇനി വേറെ പേര് വിളിക്കത്തില്ല. അതാണ് എൻ്റെ ശ്രദ്ധിക്കണം. നീ ശ്രദ്ധിക്കണം ഈശോൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ. അതുകൊണ്ടാണ് നമുക്ക് പോടാ പുല്ലെന്ന് പറയും. മറ്റുള്ളവർ നമ്മളെ എങ്ങനെയൊക്കെ താഴ്ത്തിക്കെട്ടിയാലും കൊച്ചാക്കിയാലും നമ്മൾ മൈൻഡ് ചെയ്യരുത്. അത് മൈൻഡ് ചെയ്യുന്നതല്ല, സങ്കടപ്പെടരുത്. എന്താ കാര്യം? നിന്നെ അംഗീകരിക്കണവൻ്റെ മനസ്സിൽ എപ്പോഴും നിനക്കൊരു സ്ഥാനം ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മകളെ എന്ന് വിളിച്ച് അത് അവള് കാര്യം 12 കൊല്ലമായിട്ട് ചികിത്സിക്കണം എന്നാണ് ബൈബിൾ പറയണത്. അപ്പം നമ്മൾ മർക്കോസിൻ്റെ 5-ാം അധ്യായം 28-ാമത്തെ തിരുവചനം പറയണത് 12 കൊല്ലമായിട്ട് ചികിത്സിക്കണമല്ല, അവളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം ചെലവഴിച്ച് കഴിഞ്ഞു. സാമ്പത്തികമായിട്ട് പാപ്പരായിപ്പോയി. അപ്പം ശരീരം പോയി കാണും. രക്തസ്രാവം അല്ല രോഗം. ശരിക്കും പറഞ്ഞാൽ പഴന്തുണി കൊടുത്തുകൊണ്ടായിരിക്കും ആ പാവപ്പെട്ടവൾ വന്നിട്ടുള്ളത്. പ്രാകൃതം പിടിച്ച് വന്നതാണ്. അതിൽ പുറകിൽ കൂടി നല്ല വസ്ത്രം ഉണ്ടെങ്കിൽ അവൾ മുമ്പിൽ കൂടി വരണ്ടേ. തന്നെയല്ല, അവളുടെ നാട്ടുകാർക്കൊക്കെ അറിയാം അവൾ രോഗിയാണെന്ന്, രക്തസ്രാവ രോഗിയുള്ളതാണെന്ന് അറിയാം. യഹൂദന്മാരുടെ സമൂഹത്തിൽ രക്തസ്രാവക രോഗി ജീവിക്കാൻ പിഴച്ചു പോകാൻ വലിയ പാടാണ്. കാരണം ലേവ്യ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് രക്തസ്രാവ രോഗി 15-ാം അധ്യായത്തിൽ. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച സൂചിപ്പിച്ചു. ഞാൻ ഇപ്പോൾ ഭംഗ്യന്തരെയാണ് സൂചിപ്പിച്ചതേ ഉള്ളൂ, അതല്ല നമ്മുടെ സബ്ജക്റ്റ്. പക്ഷെ കർത്താവ് പോണ വഴിയാണ് നമ്മുടെ സബ്ജക്റ്റ്. ഈശോ സഞ്ചരിക്കുന്ന വഴിയാണ് നമ്മുടെ സബ്ജക്റ്റ്. ആ വഴിയിലാണ് ഇപ്പോൾ ഇവൾ വന്നിരിക്കുന്നത്, അല്ലേ? ഇപ്പം അത് കർത്താവിന് മുന്നിൽ കൂടി വരാൻ പറ്റത്തില്ല. നാട്ടുകാർക്കറിയാം ഇവൾ രക്തസ്രാവ രോഗിയാണെന്ന്. ലേവ്യ 15:25. ലേവ്യ 15-ാം അധ്യായം 25-ാം വാക്യം പറയും, രക്തസ്രാവ രോഗി തൊടുന്നതെല്ലാം അശുദ്ധമായി പോകുന്നു. പിന്നെ എങ്ങനെയാണ് പുറത്തിറങ്ങാൻ പറ്റണം?
നാട്ടുകാരുടെ മനസ്സിലിരിക്കണ ഇതല്ല മുഴുവനോ. അപ്പോൾ മുമ്പിൽ കൂടി വന്നാൽ പറയും ദൈവം രക്തസ്രാവം പിടിച്ചതാണ്, അശുദ്ധം, അസത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കും. നല്ല വസ്ത്രവുമില്ല. ഒരവസ്ഥ നോക്കിയേ, ഒരു സ്ത്രീയുടെ നല്ല വസ്ത്രമില്ല, സാമ്പത്തികമായി തകർന്നിരിക്കണ, പിന്നെ സമൂഹത്തിൽ ഭ്രഷ്ടായിരിക്കണ, സമൂഹത്തിൽ പൊതുവായിട്ട് ഇറങ്ങി നടക്കാനും പ്രവർത്തിക്കാനും പറ്റത്തില്ല, ആരോഗ്യവും പോയി. അപ്പോഴും ഈശോ മകളെയും തന്നെ വിളിക്കും. അവൾ ചിന്തിച്ചത് ഇതാണ്. നിങ്ങൾ അച്ഛനെ കേൾക്കുമ്പോഴേ ഈശോയുള്ള വിശ്വാസം നിങ്ങളുടെ നിലവാരം എന്താണെന്ന് ചിന്തിക്കണം. വിശ്വാസത്തിന് പല നിലവാരങ്ങളുണ്ട്. അവളെന്താ ചിന്തിച്ചത്? ഈശോൻ്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊടാനിടയായാൽ താൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ ഉള്ളിൽ കരുതിയിരുന്ന്. ഈ ഉള്ളിൽ കരുതണതിനാണ് വിശ്വാസം എന്ന് പറയണത്. വിശ്വാസം എന്ന് പറയുന്നത് എന്താ? ഉള്ളിൽ കരുതണതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഉള്ളിൽ നല്ല കരുതൽ വേണം. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, അങ്ങ് ആരാണെന്നുള്ളത് എനിക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ എൻ്റെ ഉള്ളിൽ നല്ല കരുതല് വളർത്തണമേ. ഉള്ളിൽ കരുതൽ വളർന്നു കഴിഞ്ഞാലേ ഇപ്പോൾ നമ്മുടെ പ്രതികരണമൊക്കെ ആ രീതിയിലായിരിക്കും. ഇപ്പം ഈ മകൾ എന്താ പറയണത്? അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും തൊടാനിടയായ സൗഖ്യം പ്രാപിക്കും. ഇപ്പം ജായിറുസ് എന്താ പറയണത്? ജായിറുസ് സിനോക്ക് അധികാരിയാണ്. അയാൾക്ക് ഇവളേക്കാൾ കൂടുതൽ പഠിപ്പുള്ള ആളാണ്. പക്ഷെ ഇവളത്രയും വിശ്വാസമില്ല. മനസ്സിലായി? ലോകത്തിൻ്റെ പഠിപ്പും ഇനി മതപഠനം തന്നെ പഠിച്ചാലും മതപഠനത്തിൽ ചിലപ്പോൾ നമുക്ക് 3 ഡോക്ടറേറ്റ് ഉണ്ടാകാം, പക്ഷെ വിശ്വാസം ഉണ്ടാകണം നിർബന്ധമില്ല. ജായിറുസ് സിനോക്കൊക്കെ അധികാരിയും മതപഠനങ്ങളിലൊക്കെ നല്ല അറിവുള്ള മനുഷ്യനാണ്. പക്ഷെ ഈശോയോട് എന്താ പറയണത്? നീ വരണമെന്ന് പറയും. നീ വന്ന് നിന്റെ കൈ വെച്ച് നിന്റെ മകളെ സുഖപ്പെടുത്തണം. അപ്പോൾ നോക്കിയേ, അതൊന്ന് അളന്ന് നോക്കിക്കേ, എന്തോ കുഴപ്പമില്ല. എൻ്റെ രക്തസ്രാവരോഗി എന്താ പറയണത്? അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും തൊടാനിടയായ താൻ സൗഖ്യം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മർക്കോസ് 5:28 കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വന്ന് മർക്കോസ് 5:35 വരുമ്പോൾ ജൈറൂസിൻ്റെ പറച്ചിലാണ്, നീ വന്ന്. അപ്പോൾ ഈശോൻ നീ വന്ന് എൻ്റെ മകളുടെ മേൽ വന്ന് വാദിക്കാതെ നിന്നാലും പോരാ, അകത്ത് കയറണം. അകത്ത് കയറിയാലും പോരാ, എൻ്റെ മകളെ തൊടണം. ഈ വിശ്വാസത്തിൻ്റെയൊക്കെ പാളിച്ച എന്താണെന്നറിയാമോ? ഇത് ഇനി ഇവർ രണ്ടും യഹൂദന്മാരാണ്. യഹൂദനല്ലാത്തൊരു വിജാതിയനുണ്ട്. അയാൾ പറഞ്ഞ കേൾക്കെങ്കിൽ നമ്മൾ ഈ ജൈറൂസിനൊക്കെ തല്ലിക്കൊല്ലും. എന്താ പ്രശ്നം? അയാൾ എന്താ പറഞ്ഞത്? എൻ്റെ ഭൃത്യൻ രോഗബാധിതനായി വീട്ടിൽ കിടക്കുന്നു, എനിക്ക് അങ്ങേ വന്ന് നേരിട്ട് കാണാൻ പോലും എനിക്ക് യോഗ്യതയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഭൃത്യന്മാരെ വിട്ടത്. ശതാധിപൻ റോമൻ ഭരണാധികാരി എന്താ പറയണത്? അങ്ങ് ഈ വഴിയിൽ നിന്നൊരു വാക്ക് പറഞ്ഞാൽ മതിയെന്ന്. പ്രൈസ് ദി ലോർഡ്. ലൂക്കാ 7:7 എന്താ പറയണത്? അങ്ങ് ഈ വഴിയിൽ നിന്ന്. അപ്പം രക്തസ്രാവക്കാരേക്കാൾ മുകളിലാണ് അയാൾ. രക്തസ്രാവക്കാർ രോഗി പറഞ്ഞത് കർത്താവിന് ഞാൻ തൊടണം. ജൈറൂസ് പറഞ്ഞത് നീ വരണം, എൻ്റെ വീട്ടിൽ കയറണം, എൻ്റെ മകളെ തൊടണം. ശതാധിപൻ എന്താ പറയണത്? ലൂക്കാ 7:7 നീ ഈ വഴി വരണ്ട, നിന്നെ സ്വീകരിക്കാനൊന്നും എനിക്ക് യോഗ്യതയില്ല, നീ ഇവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളുവെന്ന്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വ്യത്യസ്തങ്ങളായ വിശ്വാസ നിലവാരങ്ങള് കേൾക്കുമ്പോഴ് ശതാധിപന്റെ വിശ്വാസം പോലെ എന്നെ ശക്തിപ്പെടുത്തണമേ. എന്താ ശതാധിപന്റെ വിശ്വാസത്തിന് ഗുണമെന്ന് പറയണത്? ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുക, പലപ്പോഴും സന്ദേശം വരണത് എന്താ? സന്ദേശം വരണത് ഇപ്പം ആരാധന സന്ദേശം വരണത് നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ വീട്ടിലുള്ളവരെ കുറിച്ചാണ് സന്ദേശം വരണത്, ഇല്ലേ?
വീട്ടിലുള്ള രോഗികൾ എഴുന്നേറ്റ് വരണതും ക്യാൻസർ സുഖപ്പെടുന്നതൊക്കെയാണ്. അതെന്തുകൊണ്ടാണ്? നിങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇവിടെ ഇരുന്ന് വിചാരിക്കും. നിങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പം നിങ്ങളുടെ മകൻ മസ്കറ്റിലാണ്, അവൻ പറഞ്ഞേക്കണ മമ്മി ഇന്ന് വൈകുന്നേരമാണ് ഇൻ്റർവ്യൂ. അപ്പം മമ്മി പറയും, നീ വിഷമിക്കാതിരിക്കുക, ഞാൻ കൃപാസനത്തിലൂടെ പോവുകയാണെന്ന് പറയും. ഞാൻ കർത്താവിന് മുമ്പിൽ ഉണ്ടാകും. അത് നിൻ്റെ മകനെക്കുറിച്ച് നിൻ്റെ മകൾ നിന്നോട് വേവലാതിയും കണ്ണീരും പറയുമ്പോഴേ നിനക്കെന്താണ് ഉറപ്പുള്ളത്? അനേകായിരങ്ങളുടെ സാക്ഷ്യമാണ് നമ്മുടെ ഉറപ്പ്. ഈശോ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ആരാധന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ബോർമയിൽ, ഈ വിയർപ്പിൽ, ഈ വേദനയിൽ ഞാൻ ഞെരുങ്ങി അമർന്നിരിക്കും. ഇരുന്ന് ഞാൻ വിശ്വാസം പ്രഖ്യാപിക്കും. ഇപ്പം ചില അണ്ണന്മാരൊക്കെ പോയില്ലേ, കാര്യം റോഡേ വരെ ആൾക്കാർ നിൽക്കുകയാണ്. അപ്പം ചില ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് 1-2 പേരൊക്കെ പോയെന്ന് എന്നോട് പറഞ്ഞു. ഒരു മണ്ടത്തരമാണ് കാണിക്കണത്. എന്താ കാര്യം എന്നറിയാവേ? ഇരിക്കാൻ പറ്റുകയില്ലെങ്കിലും തൂണയിലൊക്കെ കുത്തി ഇരിക്കണം. നമ്മൾ കാല് കഴിച്ചാലും അവിടെ നിൽക്കണം. കാര്യം ഇന്ന് മഴ പെയ്തില്ല, ഞായറാഴ്ച മഴയും പെയ്തു, എന്നിട്ട് അനങ്ങിയില്ലൊരു മനുഷ്യൻ. 2-3 പേര് മാത്രം അങ്ങോട്ട് കയറി, ബാക്കിയുള്ള നിന്ന് മഴ കൊണ്ടപ്പോൾ ഞാൻ കർത്താവേ ഓരോ മഴത്തുള്ളികളിൽ നിൻ്റെ രക്തമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് തന്നതാണ് ആ വാക്ക് ആ സമയത്ത്. പിന്നെ മനുഷ്യൻ ചലിച്ചില്ല. എന്താ കാര്യം? കർത്താവിനെ രക്തമാക്കി മാറ്റും. കാര്യം വിശ്വാസം പ്രഖ്യാപിച്ച മഴയത്ത് നിൽക്കുകയല്ലേ അവൻ. ഈ വിയർപ്പിലും ഈ പുഴുക്കിലും നമുക്ക് വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള അവസരമാണ്. ഇതിൽ ലാവിഷായിട്ട് സ്ഥലം കിട്ടി നമ്മളിങ്ങനെ AC റൂമിലല്ലേ. ഇപ്പം പള്ളികളെല്ലാം AC ആയിക്കൊണ്ടിരിക്കുകയല്ലേ. എല്ലാ പല പുതിയ പള്ളികളെല്ലാം ഒക്കെ വെക്കുന്ന എല്ലാം AC ആയിട്ടാണ് വെക്കുന്നത്. കാര്യം നമ്മുടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ AC-ലിരുന്ന് കുഞ്ഞുങ്ങളെ പഠിക്കണത്. അപ്പം അവരൊക്കെ നാളെ പള്ളി വരണമെന്നുണ്ടെങ്കിൽ ഈ പള്ളികളിലൊന്നും അവർ വരത്തില്ല. അതാണ്. അതുകൊണ്ട് പുതിയ പള്ളി ചെയ്യുമ്പോഴെല്ലാം സെൻട്രലൈസ് AC ആയിട്ടാണ് ചെയ്യണത്. കാര്യം ഈ പിള്ളേരെല്ലാം പഠിച്ചേക്കണത് AC. ജനിച്ച് വീണ തന്നെ AC-ലാണ്, പിന്നെ വളരണ AC-ലാണ്. 20 കൊല്ലം കഴിയുമ്പോൾ എല്ലാ പള്ളിയും AC ആക്കേണ്ടി വരും. നമ്മളെപ്പോലെ ആരും ഇരിക്കത്തില്ല. നമ്മൾ ഭാഗ്യവാന്മാരാ. AC-ൽ അങ്ങനെ ഒരു 3 നേരം ഭക്ഷണം കഴിച്ച് ലാവിഷായിട്ട് വന്നിരിക്കും. ആര് വരാൻ? കർത്താവ് വരണമെങ്കിൽ ഇങ്ങനെ ഇരിക്കണം. ഹല്ലേലൂയ. യേശുവിൻ്റെ ഒരു കൺസെൻ്റ് കൂടി കൊടുത്തതിന് അവൾ സ്വന്തമായിട്ടൊന്ന് പുറകിൽ നിന്ന് കട്ടെടുത്തതാണ് ഇല്ലേ? സ്വന്തമായിട്ട് വിശ്വാസം കൊണ്ട് പുറകിലൂടെ വന്ന് ഈശോ പോലും അറിയാതെ കട്ടെടുത്തതാണ്. അപ്പോൾ ഈശോ പറഞ്ഞ്, മകളെ സൗഖ്യമായിരിക്കും, അതായത് നീ അത് എടുത്തോളാൻ പറഞ്ഞു. അവളെടുത്തതാണ്, അനുവാദം ഇല്ലാതെ. അവസാനം അനുവാദം കൊടുത്തു. വിശ്വാസപൂർവ്വം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ വിശ്വസിച്ച് കർത്താവിൽ നിന്ന് എടുക്കണത്, അത് ഏതവസ്ഥയിലാണെങ്കിലും കർത്താവ് നമുക്കത് തരും. അവിടെ സമാധാനത്തിന് പോകാൻ പറഞ്ഞു. അത് ഭയങ്കര വർത്തമാനമാണ് പറയണത്. സമാധാനത്തോടെ, അതായത് അവളുടെ ഭൗതികം, ആത്മീയം, സാമൂഹികം, സാമുദായികം എല്ലാ മേഖലകളിലും സമാധാനമാണ്. ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ഭയങ്കര ഈടുള്ള വാക്കാണ്. അവിടെ ലൈഫ് തന്നെ മൊത്തം ചേഞ്ച് ചെയ്ത് പോവുകയാണ്. സമാധാനത്തിൽ പോയിക്കൊള്ളാം, ഇനി നിനക്ക് അസ്വസ്ഥത ഉണ്ടാകത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അതും പറഞ്ഞിട്ട് ആൾ നേരെ ജെറൂസലേമിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ വഴിക്ക് ചെന്നപ്പോൾ അവിടുന്ന് 2 പേര് ഇങ്ങോട്ട് വന്നു. എന്താ പറഞ്ഞത്? ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാ? കാരണം എന്താണ്? കുട്ടി മരിച്ചുപോയി. അത് മർക്കോസിൻ്റെ 5-38 വചനമാണ്. ഗുരുവിനെ ഇനി ബുദ്ധിമുട്ടിക്കേണ്ട. കാരണം എന്താണ്? കുട്ടി മരിച്ചുപോയി. ഇതൊരു സ്വാഭാവികമായ കാര്യമാണെങ്കിലും നമ്മൾ വളരെ കരുതലോടെ കൃപാസനത്തിൽ ആരാധന എടുക്കുന്നവരും ഉടമ്പടിയിലിരിക്കുന്നവരും വളരെ കരുതലോടെ ധ്യാനിക്കേണ്ട വിഷയമാണ്. ചില സമയത്ത് നമ്മളുടെ എല്ലാം റിജക്റ്റാവും. ഇപ്പം കുട്ടി മരിച്ചു പോയില്ലേ? കുട്ടി മരിച്ചുപോയി, ഇനിയിപ്പോൾ അടക്കത്തിന് പോയാൽ മതിയല്ലോ. കുട്ടി മരിച്ചു പോയില്ലേ? ഇപ്പം കുട്ടി മരിച്ചു കഴിഞ്ഞുകൊണ്ട് ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണ്ട. യേശുവിനെ തന്ത്രപൂർവം പിശാച് ചില സമയത്ത് ഒഴിവാക്കും. ഓർക്കണം. അതായത് ഈശോ മുന്നോട്ട് പോയാൽ
വലിയ ദൈവമഹത്വം ഉണ്ടാവും. വിശ്വാസത്തിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങൾ വീണു പോകുമ്പോഴും നമ്മൾ മുന്നോട്ട് പോകും. ഇപ്പോൾ ഒരു സാക്ഷ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞ്, എൻ്റെ ഗർഭാശയം എടുത്തു മാറ്റി, അപ്പോഴും ഞാൻ ഉടമ്പടി ചെയ്തൊരു കുഞ്ഞിന് വേണ്ടിയെന്ന്. ഞാൻ തന്നെ വാവിളിച്ചു, എന്ത് പരിപാടിയെന്ന്. എൻ്റെ ഗർഭാശയം എടുത്തു മാറ്റി, അണ്ഡാശയത്തിൽ ക്യാൻസർ കാരണം ഗർഭാശയം എടുത്തു മാറ്റി, അപ്പോഴും ഞാൻ ഉടമ്പടി ചെയ്ത് എനിക്കൊരു കുഞ്ഞിന് വേണ്ടി. അപ്പോഴും എന്നെ ഗവൺമെൻറ് വിളിച്ച് എനിക്കൊരു കുഞ്ഞിനെ തന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞ ഞായറാഴ്ച സാക്ഷ്യമാണ്. കാര്യം അവള് 6 കൊല്ലം മുമ്പ് അവൾക്ക് കുഞ്ഞുണ്ടാവത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് കൃത്യമായിട്ട് വൈദ്യശാസ്ത്രം പറഞ്ഞു. കാരണം ഒരു കുഞ്ഞിന് വേണ്ടി അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റിൽ ആപ്ലിക്കേഷൻ വെച്ചിരുന്നു. ഇതുവരെ അത് കോൾ ഫോർ ആയില്ല. അതിനിടയ്ക്കാണ് അവളുടെ ഗർഭാശയം എടുത്തു മാറ്റേണ്ടി വന്നത്. ഗർഭാശയം എടുത്തു മാറ്റിയതിന് ശേഷവും ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ ഉടമ്പടി ചെയ്യേണ്ടത്? കർത്താവേ, എനിക്കൊരു കുഞ്ഞിനെ തരണമേ എന്ന്. ആ ഉടമ്പടി ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ ഗവൺമെൻറ് വിളിച്ചു. ആ കുഞ്ഞിനെ കൊണ്ട് അവൾ വന്നത്. നല്ല പൈങ്കിളി കുഞ്ഞ്. അതായത് ഈ ഉടമ്പടി വേറൊരു സബ്ജക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. അത് അമ്മ നേരിട്ട് നടത്തുന്ന ഒരു കാര്യമാണ്. ഗർഭാശയം ഇല്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവ് കുഞ്ഞിനെ തരാൻ വേണ്ടി പ്രാർത്ഥിക്കും. അത്രയുള്ള കുഞ്ഞുങ്ങളാണ് ഇവിടെ സാക്ഷ്യം പറയണത്. അപ്പം നമുക്കിതിന് ഒന്നിനും ഒരു ഫുൾ സ്റ്റോപ്പില്ല. ഇപ്പം നമുക്ക് സ്ഥലം വഴി തരാമെന്ന് പറഞ്ഞ ആൾ മരിച്ചു, അല്ലെങ്കിൽ ഭാഗ ഉടമ്പടിയുടെ വിഷയം. ഭാഗ ഉടമ്പടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയുടെ പേരിലാണ് ഭാഗ ഉടമ്പടി, അല്ലെങ്കിൽ അമ്മമ്മയുടെ പേരിൽ. അമ്മമ്മ മരിച്ചു, ഭാഗ ഉടമ്പടി ചെയ്തു തരാനുള്ള അമ്മമ്മ മരിച്ചു, നമ്മൾ ഉടമ്പടി ചെയ്തപ്പോൾ മരിച്ചു. ഇനിയിപ്പോൾ എന്താ പറയണത്? അമ്മയുടെ മക്കളും മക്കളുടെ മക്കളും ഒരു 14 പേര് വേണം ഒപ്പിടാൻ, ഇല്ലേ? അമ്മയ്ക്ക് തന്നെ നമുക്ക് തരാൻ താല്പര്യമില്ലാതിരിക്കരുന്നു, അതുകൊണ്ടാണല്ലോ ഇത്ര നീണ്ടത്. അമ്മമ്മക്ക് തന്നെ നമുക്ക് തരാൻ താല്പര്യമില്ലാതിരിക്കരുന്നു, അപ്പോഴാണ് നീണ്ടത്. ഇപ്പോൾ അവർ മരിച്ചപ്പോൾ എന്ത് പറ്റി? പണ്ട് അവർ മാത്രം തീരുമാനം എടുത്താൽ മതിയായിരുന്നു. അവർ മരിച്ചപ്പോഴിന് 14 പേര് തീരുമാനം എടുക്കണം. ആ 14 പേര് നാട്ടിൽ പലരും ഇല്ല, ഈ ആൾക്കാരൊക്കെ വരണം. അപ്പോഴും നമ്മൾ മുന്നോട്ട് പോകും. പ്രൈസ് ദി ലോർഡ്. അതാണ് വിശ്വാസം. കുട്ടി മരിച്ചു എന്ന് പറഞ്ഞില്ലേ? കുട്ടി മരിച്ചപ്പോൾ ഗുരുവിനെ എന്തിനു ബുദ്ധിമുട്ടിക്കണം? ഞാൻ പഠിച്ചത് എന്താണെന്നറിയാവോ? ഗുരുവിനെ എന്തിനു ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് ഈ 5:18 വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നിന്ന് പറയും, ഗുരുവിനെ എന്തിനും ബുദ്ധിമുട്ടിക്കാമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഗുരുവിനെ എന്തിനു ബുദ്ധിമുട്ടിക്കണമെന്നല്ല ബൈബിളിൽ കിടക്കണത്. ഇത് പരിശുദ്ധാത്മാവ് വായിക്കുമ്പോൾ ആത്മാവ് പറയും, ഗുരുവിനെ എന്തിനും ബുദ്ധിമുട്ടിക്കാം. ഒരു സാക്ഷ്യം പറഞ്ഞോന്നറിയത്തില്ല, വായിക്കുന്നത് പോണില്ല. അപ്പോൾ അവരെന്തെങ്കിലും ഉടമ്പടി ചെയ്ത് പത്രത്തിൽ കിടന്ന്, അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ വരുന്ന എന്തോ ഒരു പുതിയ സാധനം വരണ പോലെ തോന്നിയെന്ന്. അത്രയും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മൊത്തം പോവുകയാണ്. ഡോക്ടർ ഓപ്പറേഷൻ നിശ്ചയിച്ച രോഗിയാണ്, ഓപ്പറേഷൻ ഇല്ലാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരണത്. അപ്പം നിങ്ങൾക്ക് ദൈവം ഈ വയറ്റിൽ പോകാത്ത കാലത്ത് ഗുരുവിനെ പറയാമെന്ന്. മനുഷ്യൻ്റെ കാര്യം എന്താണ് എല്ലാത്തിനും പറയാൻ ഗുരുവിനെ എന്തിനും ബുദ്ധിമുട്ടിക്കണമെന്നല്ല, ഗുരുവിനെ എന്തിനും ബുദ്ധിമുട്ടിക്കാൻ കൈയെടുത്ത് കിടന്നാൽ കാര്യം. ഈശോ പറയും, എനിക്ക് ബുദ്ധിമുട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ഇത്രയും വലിയ ബുദ്ധിമുട്ട് ഞാൻ ചെയ്യുവാന്ന് ചോദിക്കൂ, ഇല്ലേ? ഇതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി നമുക്ക് വേണ്ടി ചെയ്യാനുള്ളതെല്ലാം ഇതിനേക്കാൾ കുറഞ്ഞ ബുദ്ധിമുട്ടുകളായിരിക്കും. അതുകൊണ്ട് ഈശോ ഒരു വാക്ക് പറയും, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ബൈബിളിലുള്ള വാക്കെല്ലാം ഭയങ്കര തൂക്കമാണ്. കുട്ടി മരിച്ചുപോയി എന്ന് പറയുമ്പോഴേ, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് പറയുമ്പോഴേ ഈശോൻ്റെ പ്രതികരണം എന്താണ്? മരിച്ചുപോയി, ആ ഫയൽ റിജക്റ്റായി, നിന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ സ്ഥലം മാറിപ്പോയി എന്ന് പറയും. ചില ആൾ വിഷമിക്കത്തില്ലേ? കാര്യം ഒരു ഡോക്ടറിന് 6 കൊല്ലമായിട്ട് ചികിത്സിക്കുന്നതാണ്. അപ്പോൾ ആ ഡോക്ടറിനാണ് നമ്മൾ കാര്യങ്ങൾ ചെന്ന് പറയുകയും എല്ലാം ചെയ്യണത്. അപ്പോൾ അവർ എറണാകുളത്ത് നിന്ന് ആലപ്പുഴ വന്നു, ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്ത് പോയി, ഡോക്ടർ കോട്ടയത്ത് പോയി. ആ ഡോക്ടറിനെ പുറകെ നമ്മളെങ്ങനെ നടക്കുക. ഇപ്പം ചെന്ന് കോട്ടയത്ത് ചെന്നപ്പോൾ പറയണ ഡോക്ടർ അമേരിക്കയിൽ പോയിരുന്നു. അപ്പം നമ്മുടെ പരിപാടി ഇത്രയും നാളെ ചികിത്സ എല്ലാം വെള്ളത്തിലായില്ലേ? അപ്പോഴും കർത്താവ് പറയും, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഡോക്ടർ നിന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ അമേരിക്കയിൽ പോയാലും വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആ മാത്രം എന്നുള്ള വാക്ക് ഞാൻ വളരെ ഒരു അഹങ്കാരത്തോടെ പറയും.
എന്താ കാര്യം? വിശ്വസിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ പോരെ? മാത്രമെന്ന് എന്തിനാ പറയണത്? കുട്ടി മരിച്ചെന്ന് പറയുമ്പോൾ ആണിത് പറയണത്. കുട്ടി മരിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇനിയുള്ള വിശ്വാസത്തിന് യുക്തിയില്ല. മരിച്ചു പോയില്ലേ? എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. 5:38 തിരുവചനം, മർക്കോസ്. കുട്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ആ വിശ്വാസം എന്താ ഇല്ലാത്തത്? യുക്തിയില്ല. ആ ഈ വിശ്വാസത്തിന് അനുഭവജ്ഞാനത്തിൻ്റെ ഈടുവെപ്പില്ല. ദൈവവേദനെ ചില സമയത്ത് നിന്റെ വിശ്വാസത്തിന് യാതൊരു യുക്തിയും ഉണ്ടാകത്തില്ല. ഒരിക്കലും ഒരു മത്സ്യത്തൊഴിലാളി സഹോദരൻ്റെ മകൻ എന്നെ കാണാൻ വന്ന് പറഞ്ഞു, എൻ്റെ അച്ഛാ, അന്ന് ഇത്രയും ഞാൻ ഈ മെഡിസിന് പോയി, പക്ഷേ അവിടെയൊക്കെ ഭയങ്കര വലിയ വലിയ കാറുകൾ, യൂറോപ്യൻ കാറുകളാണ് വന്നിരിക്കുന്നത്. അവർ ചാക്ക് നിറച്ച് കാശും കൊടുത്ത് പോയി. എൻ്റെ അപ്പനും ഞാനും കൂടി അവിടെ പോയിട്ട് വെറുതെ ഞങ്ങൾ നിന്നിട്ട് പോകുന്നച്ചാന്ന് പറഞ്ഞു. ആരും വിളിച്ചുമില്ല, തിരക്കുമില്ല, സീറ്റെല്ലാം കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ തോട്ടത്തിൽ കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം തോട്ടത്തിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചെള്ളയായിരുന്നു എൻ്റെ കൈ ഇരുന്നത്. ഞാൻ ചെള്ള കൊണ്ടുപോയി, ഞാനൊരു വെയിലകത്ത് നിൽക്കരുത്, തോട്ടത്തിൻ്റെ വെയിലകത്ത് നിൽക്കരുത്, പച്ചക്കറി തോട്ടത്തിൻ്റെ. അത് കൊണ്ടുപോയി ഞാൻ തൈത്തെങ്കിൽ എൻ്റെ കൈ ചെള്ള തേച്ചിട്ട് ഇവൻ്റെ ബട്ടൺ ഇടാൻ പറഞ്ഞു. ഞാൻ ഇവൻ്റെ നെഞ്ചത്ത് കൈവച്ച്, കൈ നെഞ്ചത്ത് വെച്ച്, ചെളിയും കൈ കൊണ്ട് നെഞ്ചത്ത് വെച്ച്, നീ വിശ്വാസപ്രമാണം ചെല്ലടാന്ന് പറഞ്ഞു. അപ്പോഴവൻ വിശ്വാസപ്രമാണം ചൊല്ലി. അപ്പോൾ ഒരു പച്ച കാർഡ് വന്നു. നീ പൊയ്ക്കോ, ഒരു പച്ച കാർഡ് നിനക്ക് വരുമെന്ന് പറഞ്ഞു. പച്ചക്കാർഡ് വരുമെന്ന്. ഇവൻ ഈ പച്ചക്കാടും തിരക്കി. ജൂൺ കഴിഞ്ഞു, ജൂലൈ കഴിഞ്ഞു, ആഗസ്റ്റ് കഴിഞ്ഞു. അപ്പോഴൊക്കെ ഇടയ്ക്ക് വരും. അവൻ, അച്ഛാ ഒന്നും വന്നില്ലച്ചാ, ഞാൻ ഒരിടത്തും കയറിയില്ലച്ചാ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അവനെ കർത്താവ് നമ്മോട് പറഞ്ഞതില്ലടാ, വരുവടാ എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, സെപ്റ്റംബർ ആയപ്പോൾ ഒരു പച്ചക്കാർഡ് വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ ഡോക്ടർ ഇന്ന് മസ്കറ്റിലെ MD ഡോക്ടറാണ്. അദ്ദേഹമാണ് പഴയ അപ്പുറത്ത് ഞാൻ ഇരുന്നപ്പോൾ ആ പള്ളി പണിയാൻ വേണ്ടി പൈസ തന്നത്. 1.5 ലക്ഷം രൂപയോളം പോരാൻ നേരത്തെ കടമുണ്ടായിരുന്നു. അതും അദ്ദേഹമാണ് തന്നത്. അതിനർത്ഥം, അതായത് വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞില്ലേ രാജേഷ് ഡോക്ടർ, ഓമനപ്പുഴക്കാരുണ്ടെങ്കിൽ ഇവിടെ അറിയാൻ പറ്റും അവർക്ക്. അവിടെ നാട്ടുകാരനാണ്. ഇപ്പോൾ ഇവിടെ ഒന്ന് താമസിക്കുക. ഒരു കാര്യമാണ് പോക്കാണ്. അതായത് വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറെ ഒന്നുമില്ല. നിൻ്റെ മെറിറ്റില്ല, മാനേജ്മെൻറ്റ് സീറ്റില്ല, വിശ്വാസം മാത്രം. എൻ്റെ ദൈവത്തിന്, നീ കൃപാസനത്തിലല്ലേ നിന്നെ അമ്മ വിട്ടത് പ്രാർത്ഥിക്കാൻ, ഇല്ലേ? ചിലപ്പോൾ നമ്മുടെ വിശ്വാസത്തിന് ഞാൻ ഈശ്വരനോട് ചോദിക്കണം, നിങ്ങളോട് ചോദിക്കണേ. നിങ്ങൾക്ക് 50 ലക്ഷം കടമുണ്ട്, നിങ്ങൾക്ക് വായ്പ തരാൻ ആരുമില്ല. നിങ്ങൾക്ക് 50 ലക്ഷം കടമുണ്ട്, നിങ്ങൾക്ക് വായ്പ തരാൻ ആരുമില്ല. നിങ്ങളുടെ വീട് വിൽക്കണം. വീട് വിറ്റാൽ പോലും നിങ്ങൾക്ക് 20 ലക്ഷം രൂപയെ കിട്ടത്തുള്ളൂ. വാടക പകുതി കൊടുക്കണം, 3 ലക്ഷം രൂപ. പിന്നെ വാടക 14,000 രൂപ കൊടുക്കണം, 10,000 രൂപയോ 8,000 കൊടുക്കേണ്ടി വരും. അപ്പോഴേ എന്നാലും കടം തീരത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എന്താ കാര്യം? ഇത് തന്നെയാണ് ജീവിതത്തിൽ വരുന്ന വിഷയം. ജൈറസിൻ്റെ മകൾ മരിച്ചുപോയി. അവർ ചോദിക്കാൻ കണ്ടില്ലേ, പിന്നെ എന്തിനാണ് ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ടത്? അപ്പോൾ ഗുരു എന്താ പറയണത്? വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഞാൻ നിങ്ങളുടെ കേസ്, നിങ്ങൾ എന്ത് കേസ് വന്നാലും ഞാൻ പിടിക്കണത് എന്താ? ചില സമയത്ത് ഈ ജൈറസിൻ്റെ ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് ഈശോ പോകുമ്പോൾ അത് യുക്തിയല്ല ശരിക്കും. ചില സമയത്ത് നമ്മുടെ വിശ്വാസത്തിന് യുക്തി ഉണ്ടാകത്തില്ല. ഇപ്പം ഞാൻ നിങ്ങളോട് പറയും, മക്കൾ പൊക്കോ എന്ന് പറയും. മുട്ടേ നേരത്തെ പറഞ്ഞിട്ട് മക്കൾ പൊക്കോ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ പറയും, അച്ഛനൊന്നും പറഞ്ഞില്ലല്ല, എന്താണ് ഇനി വീട്ടിൽ പോയിട്ട് മാർഗം? ദൈവം വല്ല നാടും വിട്ട് പോകാമായിരിക്കും. അല്ല, മക്കൾ പൊക്കോ എന്ന് പറഞ്ഞ സഞ്ചാരി മാതാവല്ലേ, ഏത് സമയത്തും വരാമല്ലോ. നിങ്ങളുടെ പ്രശ്നം അപ്പോഴും ദൈവം പറയും, നീ പോയി വെള്ളമടിക്കാൻ പറയത്, അപ്പം നീ സമയത്ത് കിടന്ന് ഉറങ്ങിയേക്കാം. ഇപ്പം ചില ആൾക്കാർ ഉടമ്പടി ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു സ്മോൾ അടിച്ചിട്ടുണ്ട്. ആ പാട്ടിക്കൊന്നും ജോസഫച്ചനെ കാണത്തില്ലേ? നേരത്തെ പറഞ്ഞേക്കാം, കാണത്തില്ല. ഉടമ്പടി ബ്രേക്കായില്ലേ അപ്പം തന്നെ. അപ്പം നിനക്ക് ഒരു 3 മാസം പോലും നിന്റെ വിഷയത്തിലൂടെ നിനക്ക് താല്പര്യമില്ലല്ലോ. ദൈവത്തിലുള്ള വിശ്വാസം എൻ്റെ കളഞ്ഞില്ലേ നീ? ഉടമ്പടിയിൽ 1-ാമത്തെ കാര്യം മദ്യപാനം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ലഹരി പദാർത്ഥങ്ങൾ
അത് നിനക്ക് പിടിച്ചിരിക്കാൻ നിന്റെ രണ്ട് കാര്യം മങ്ങിപ്പോയപ്പോഴും മടങ്ങിപ്പോയപ്പോഴേ നീ എന്തിനാ പഴയ ആളായി മാറിയത്? അപ്പം നീ പഴയ ആൾ തന്നെയല്ലേ ഇപ്പോഴും. അപ്പം നിന്റെ ഉടമ്പടി എന്താണ് ഇത് എങ്ങനെയാണ് ബലമാകണത്? അപ്പം അത് വിശ്വസ്തയുടെ പ്രശ്നമുണ്ട്. ഉടമ്പടി വിശ്വാസമല്ല, ഉടമ്പടി വിശ്വസ്തതയാണ് വേണ്ടത്. എത്രയും വേഗം പോയി ഉടമ്പടിയിൽ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് മാപ്പ് ചോദിക്കണം. കർത്താവ് നിങ്ങളെ കൈവിട്ട് കളയത്തില്ല. കാര്യം ഈ യാത്ര ചില സമയത്ത് വിശ്വാസത്തിൻ്റെ യാത്ര മാത്രമാകും. കാര്യം എൻ്റെ അത് യുക്തിയില്ല. ഡെഡ് ബോഡിയുടെ അടുത്ത് കർത്താവ് ചെന്നിട്ട് എന്ത് ചെയ്യാനാണ്? അതാണ് നാട്ടുകാർ ചോദിക്കണത്. ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണേ എന്തിനാണെന്ന്. അപ്പോൾ ഈശോ എന്താ പറയണത്? യുക്തിയില്ലെങ്കിലും മുന്നോട്ട് പോകുന്നതിൽ യുക്തിയില്ല, റീസൺ ഇല്ല, അനുഭവം ജ്ഞാനത്തിൻ്റെ അതുപോലെ പിൻബലവും ഇല്ലെങ്കിലും നമ്മൾ മുന്നോട്ട് പോകും. യെറ്റ് ഹി വെന്റ് ഓൺ. കർത്താവ് പണ്ടും അങ്ങനെയായിരുന്നു. കർത്താവ് അങ്ങനെയായിരുന്നു. പത്രോസ് അവനെ തള്ളിപ്പറഞ്ഞപ്പോഴും ആ മുന്നോട്ട് പോയി. യെറ്റ് ഹി വെന്റ് ഓൺ. യൂദാസ് അവൻ്റെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് അവനെ കൊലക്ക് കൊടുത്ത് കാശ് വാങ്ങിയപ്പോഴും യെറ്റ് ഹി വെന്റ് ഓൺ. ആ മുന്നോട്ട് പോയി. അങ്ങനെ അവൻ കാരമുള്ളിൻ്റെ കീഴവും ചൂടി കുരിശേറ്റിക്കൊണ്ട് പിടരി തല്ലി വീണവൻ്റെ തങ്ക് തകരുമ്പോഴും എഴുന്നേറ്റവൻ മുന്നോട്ട് പോയി. അവൻ്റെ ശിഷ്യന്മാരാണ് നമ്മൾ കൈയടിച്ച് കിടന്ന സുടികളെ.